വെൽക്കം. തഹമനാണ്. ആന്റിബയോട്ടിക്സ് വീഡിയോ സീരീസിൽ സെൽ മെംബ്രെയിൻ നശിപ്പിച്ചിട്ട് ബാക്ടീരിയകളെ കൊല്ലുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. സെൽ മെംബ്രെയിനെ പറ്റിയും അതിന്റെ മെക്കാനിസം അതെല്ലാം നമ്മൾ കോളിസ്റ്റിൻ ആൻഡ് ഡാപ്റ്റോമൈസിൻ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വിശദമായിട്ട് പറഞ്ഞു. സോ ഈ വീഡിയോയിൽ സെയിം മെക്കാനിസം ഉള്ള മറ്റു ചില മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാ. വൺ ഈസ് ഗ്രാമിസിഡിൻ ആണ്. 2 ഗ്രാമിസിഡിൻ എസ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, അതിനെപ്പറ്റി പറയണം. ദെൻ ടൈറോസിഡിൻ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ടൈറോസിഡിൻ എന്ന് പറയുന്ന മരുന്ന്. ഈ വേണമെങ്കിൽ എഴുതാം, എഴുതാതിരിക്കാം. ദെൻ അടുത്ത മരുന്ന് ടൈറോത്രിസിൻ. സോ ഈ 4 മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാം. ഇതിൽ ആദ്യത്തെ മരുന്ന് ഗ്രാമിസിഡിൻ ഗ്രാം പോസിറ്റീവിനെ മാത്രമേ കൊല്ലൂ. സോ ഗ്രാമിസിഡിൻ ഈസ് എഫക്റ്റ് അഗൈൻസ്റ്റ് ഗ്രാം പോസിറ്റീവ്. മറ്റുള്ളവയെല്ലാം തന്നെ ഗ്രാം പോസിറ്റീവിനെയും ഗ്രാം പോസിറ്റീവ് ആൻഡ് ഓൾസോ ഗ്രാം നെഗറ്റീവ് രണ്ടിലും ഫലമുള്ള മരുന്നുകളാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ആൻഡ് ഈ മരുന്നുകളെല്ലാം തന്നെ ടോപ്പിക്കലാണ്, പുരട്ടുന്ന മരുന്നുകളാണ്, കുത്തിവെക്കുന്നതോ ഓർലിയോ കഴിക്കുന്ന മരുന്നുകളല്ല. ആദ്യം നമുക്ക് ഗ്രാമിസിഡിനെ കുറിച്ച് പറയാം. ഗ്രാമിസിഡിനെ കുറിച്ചുള്ള ഫസ്റ്റ് പോയിന്റ്, ഇത് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിനെതിരെ മാത്രമാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് 1939 കണ്ടുപിടിച്ചതാണ്, ഇറങ്ങിയതാണ്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ക്ലിനിക്കലി ടെസ്റ്റഡ് ആന്റിബയോട്ടിക്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഫസ്റ്റ് ക്ലിനിക്കലി ടെസ്റ്റഡ് ആന്റിബയോട്ടിക് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഗ്രാമിസിഡിൻ ആണ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ടോപ്പിക്കലാണ്. നമ്മൾ ഈ പറയുന്ന എല്ലാ മരുന്നും ടോപ്പിക്കലാണ്, അപ്പൊ ഇതും ടോപ്പിക്കലാണ്, പുരട്ടാൻ വേണ്ടി മാത്രം, നോ സിസ്റ്റമിക് യൂസ്. നാലാമത്തെ പോയിന്റ്, ഇത് ലഭിക്കുന്നത് ബാസില്ലസ് ബ്രെവിസിൽ നിന്നാണ്. ബാസില്ലസ് ബ്രെവിസ്. ഇനി പറയാൻ പോകുന്ന എല്ലാം ലഭിക്കുന്നതും ബാസില്ലസ് ബ്രെവിസിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇതങ്ങോട്ട് ഓർത്തു വെച്ചേക്കുക. ആൻഡ് ഇതിനകത്ത് ഗ്രാമിസിഡിൻ എ ഉണ്ട്, ഗ്രാമിസിഡിൻ ബി ഉണ്ട് ആൻഡ് ഗ്രാമിസിഡിൻ സി. ഇത് 3 ഇതിനകത്തുണ്ട്. ആൻഡ് ഈ ഗ്രാമിസിഡിൻ എന്ന മരുന്ന് എന്ന് പറഞ്ഞാൽ 80% ഗ്രാമിസിഡിൻ എ ആണ്. സോ ഇറ്റ്സ് എ മിക്സ്ചർ വിച്ച് കണ്ടെയ്ൻ ഗ്രാമിസിഡിൻ എ 80%. ആൻഡ് അഞ്ചാമത്തെ പോയിന്റ് ഞാൻ ഇവിടെയാണ് എഴുതിയിരിക്കുന്നത്, സ്ട്രക്ചർ ആണ്. ഇതിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ പോളിപെപ്റ്റൈഡ് ആണ്. പോളിപെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ ഒരു അമിനോ ആസിഡ്, അടുത്ത അമിനോ ആസിഡ്, അങ്ങനെ വെച്ച് പോകുന്നതാണ്. സോ നമ്മൾ ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സിനെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കോളിസ്റ്റിനായാലും ഡാപ്റ്റോമൈസിനായാലും ഗ്രാമിസിഡിനായാലും എല്ലാം ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് ആണ്. സോ ഇറ്റ്സ് എ പോളിപെപ്റ്റൈഡ്. ആൻഡ് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡി ലൂസിൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡി അലാനിൻ ആണ്, പിന്നെ നമുക്ക് ഡി അമിനോ ആസിഡ് ആണ്, ദെൻ ലീവോ അമിനോ ആസിഡ് ആണ്, ദെൻ ഡി എന്ന് വെച്ചാൽ ഒരു ഡി ഓർ ഡെക്സ്ട്രോ ദെൻ ലീവോ. സോ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡെക്സ്ട്രോയും ലീവോയും വരുന്നുള്ള ഒരു പ്രത്യേകതരം സ്ട്രക്ചർ ആണ് ഇതിൻ്റെത് എന്ന് കാണാം. ആൻഡ് ദാറ്റ്സ് എ 6th പോയിന്റ്. ആൻഡ് 7th പോയിന്റ്, 7ാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഇത് ഹൈഡ്രോഫോബിക് ആണ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് ദ മോസ്റ്റ് ഹൈഡ്രോഫോബിക് സ്ട്രക്ചർ എന്നുള്ളത് കൂടിയാണ്. സോ ഇറ്റ്സ് ദ മോസ്റ്റ് ഹൈഡ്രോഫോബിക് സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ഹൈഡ്രോഫോബിക് ആണ് മാത്രമല്ല, ഇങ്ങനെ ഡിയും എല്ലും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് സാധാരണ പ്രോട്ടിയേസസ് എൻസൈമിനൊന്നും ഇതിനെ തൊടാൻ പറ്റില്ല. സോ പ്രോട്ടിയേസസ് എൻസൈംസ് ഉപയോഗിച്ചിട്ട് ബാക്ടീരിയയ്ക്ക് ഇവയെ നശിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നുകൂടി മനസ്സിലാക്കി വെച്ചേക്കും. ഇനി ഇവിടെ മെക്കാനിസം ആക്ഷൻ നമുക്കറിയാം, ഓൾറെഡി സെൽ മെംബ്രെയിനെ നശിപ്പിക്കലാണ്. സോ ഇത് സെൽ മെംബ്രെയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമിസിഡിൻ ഇവിടെ വന്നിരിക്കുന്നു, വേറെ ഗ്രാമിസിഡിൻ ഇവിടെ വന്നിരിക്കുന്നു. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴത്തേക്കും ഒരു ഡൈമർ ഫോം ചെയ്യും. ആൻഡ് ഈ ഡൈമറിന് ഒരു ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാകും. സോ ഇതിനിടയിലുള്ള പോറിലൂടെ ഇങ്ങനെ സോഡിയവും പൊട്ടാസ്യവും ഒക്കെ പുറത്തേക്ക് പോകും. സോഡിയം പൊട്ടാസ്യം ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ എന്ത് പറ്റും? പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് നഷ്ടപ്പെടും. അപ്പോഴത്തേക്കും ATP സിന്തസിസ് അല്ലെങ്കിൽ തീരും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. സോ ബാക്ടീരിയ നശിക്കും. സോ ഇതാണ് ഇവിടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയാം. ആൻഡ് മാത്രമല്ല ഡൈമർ ഉണ്ടാകുന്നത് റിവേഴ്സിബിൾ ആണ്. ഒരെണ്ണം മാത്രമായിട്ടിരുന്ന ഇത് അടഞ്ഞായിരിക്കും ഇരിക്കുക. 2 ഡൈമർ അല്ലെങ്കിൽ 2 എണ്ണം ചേരുമ്പോഴാണ് ഡൈമർ ആയിട്ട് ഫോം ചെയ്യും. സോ ഇതാണ് ഇവിടെ മെക്കാനിസം ആക്ഷൻ. ഇനി അടുത്ത മരുന്ന് ഗ്രാമിസിഡിൻ ആണ്. ഗ്രാമിസിഡിൻ തന്നെ ഗ്രാമിസിഡിൻ എസ് ആണ്. നേരത്തെ പറഞ്ഞ ഗ്രാമിസിഡിൻ, ഇത് ഗ്രാമിസിഡിൻ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല സോവിയറ്റ് റഷ്യ അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ, അതാണ് എസ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫ്രം ബാസില്ലസ് ബ്രെവിസ് ആണ്. നമ്മൾ പറഞ്ഞു എല്ലാം ഈ കിട്ടുന്നതെല്ലാം ബാസില്ലസ് ബ്രെവിസിൽ നിന്ന് തന്നെ ഉള്ളതാണ്. ആൻഡ് ഇത് മറ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം എന്താ, പടം ഇവിടെ ഉണ്ട്, ഇത് സൈക്ലിക് ആണ്. മറ്റേത് ലീനിയർ പോളിപെപ്റ്റൈഡ് ആണെങ്കിൽ ഇത് സൈക്ലിക് പോളിപെപ്റ്റൈഡ് ആണ്. പോളിപെപ്റ്റൈഡ് എന്ന് വെച്ചാൽ എത്ര എണ്ണം കൃത്യം എന്ന് വെച്ചാൽ 10 എണ്ണം ഉണ്ട്. സോ സൈക്ലിക് ഡെക്കാപെപ്റ്റൈഡ് ആണ്. 10 അമിനോ ആസിഡ് ഉള്ള ഡെക്കാപെപ്റ്റൈഡ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറും ഈ 5 എണ്ണം ഉള്ളതും സെയിം ആണ്. സോ ഹെഡ് ടു ഹെഡ് ഓർ ഹെഡ് ടു ടെയിൽ ആയിട്ട് ഒരേ സ്ട്രക്ചർ ആയിട്ടുള്ള 2 അമിനോ ആസിഡ് ഗ്രൂപ്പുകൾ, 5 അമിനോ ആസിഡുകൾ ചേർന്ന 2 ഗ്രൂപ്പുകൾ അപ്പുറത്തേക്കായിട്ട് പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന സംഭവമാണ് ദിസ് ഗ്രാമിസിഡിൻ എസ് എന്ന് പറയുന്നത്. സോ 2 ഐഡന്റിക്കൽ പീസ് ഓഫ് പോളിപെപ്റ്റൈഡ് ഹെഡ് ടു
ടു ഹെഡോ ടെയിൽ ടു ഹെഡോ ആയിട്ട് ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എൽ ഓർണിത്തിനുണ്ട്, ഇവിടെയും എൽ ഓർണിത്തിൻ. നമുക്കറിയാം ഓർണിത്തിൻ എന്ന് പറഞ്ഞാൽ ഒരു അൺയൂഷ്വൽ അമിനോ ആസിഡ്. സോ അത് രണ്ടെണ്ണം ഉണ്ട് ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും കാറ്റയോണിക് ആണ്. സോ ഇറ്റ്സ് എ കാറ്റയോണിക് സൈക്ലിക് പോളിപെപ്റ്റൈഡ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഏകദേശം കോളിസ്റ്റിൻ പോലെയുള്ള ആക്ഷൻ ആണ്. പക്ഷേ ഇതിന്റെ സ്പെക്ട്രം ഗ്രാം പോസിറ്റീവിനും പറ്റും ഗ്രാം നെഗറ്റീവിനും പറ്റും എന്നുള്ളതാണ്. സോ ഗ്രാമിസിഡിൻ ആയിരുന്നെങ്കിൽ ഗ്രാം പോസിറ്റീവിന് മാത്രമാണ്. ഗ്രാമിസിഡിൻ എസ് എന്ന് പറയുമ്പോൾ ഒരു അഡീഷണൽ കൂടി നമുക്ക് കേൾക്കാം, ഗ്രാം നെഗറ്റീവിനും കൂടി ഫലമുണ്ട്. ഇനി അടുത്ത മരുന്ന് ടൈറോസിഡിൻ ആണ്. ടൈറോസിഡിൻ എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് ഇതാണ്, ഇതിനും ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മരുന്നുകളൊക്കെ പറയാം. ഫസ്റ്റ് കൊമേഴ്ഷ്യലി അവൈലബിൾ ആന്റിബയോട്ടിക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈറോസിഡിൻ ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ടോപ്പിക്കൽ. എല്ലാം ടോപ്പിക്കൽ മരുന്നുകളാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാണ്. ആൻഡ് ഇത് ഗ്രാമിസിഡിൻ എസ് പോലെ ഇതാണ് നോക്കുക. ഇത് ഈസ് ഓൾസോ എ സൈക്ലിക് ആണ്. സൈക്ലിക് ഡെക്കാപെപ്റ്റൈഡ് ആണ്. സൈക്ലിക് ഡെക്ക എന്ന് പറയുമ്പോൾ 10 അമിനോ ആസിഡ് ഉണ്ട് അല്ലെ. ഗ്രാമിസിഡിൻ എസിന് നമ്മൾ 10 എണ്ണം പറഞ്ഞത്, അത് 2 ഐഡന്റിക്കൽ ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ആൻഡ് ഇതിനകത്തും എൽ ഓർണിത്തിനുണ്ട്, ഇവിടെയും എൽ ഓർണിത്തിനുണ്ട്. സോ ഇങ്ങനെ കുറെ സാമ്യങ്ങൾ ഇതിനകത്തുണ്ട്. മാത്രമല്ല ഇതൊരു മിക്സർ ആണ്. മിക്സറിനകത്ത് ടൈറോസിഡിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ബാസില്ലസ് ബ്രെവിസിൽ നിന്ന് തന്നെ കിട്ടുന്ന മരുന്നാണ് ടൈറോസിഡിൻ എന്ന് പറയുന്ന സൈക്ലിക് ഡെക്കാപെപ്റ്റൈഡ് മരുന്ന്. ആൻഡ് ലാസ്റ്റ് മരുന്ന് നമുക്ക് പറയാനുള്ളത് ടൈറോത്രിസിൻ ആണ്. ഈ ടൈറോത്രിസിനും ബാസിലസ് ബ്രെവിസിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് തന്നെയാണ്. ആൻഡ് ഇതും ഒരു മിക്സറാണ്. സോ ഇതൊരു മിക്സറാന്ന് പറഞ്ഞു. ഗ്രാമിസിഡിൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് മിക്സർ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ടൈറോസിഡിൻ എന്ന് പറയുന്ന മരുന്ന് 80% ആൻഡ് ഗ്രാമിസിഡിൻ ഒരു 20% കൂടി ചേർന്ന മരുന്നാണ് ഈ ടൈറോത്രിസിൻ എന്ന് പറയുന്ന മരുന്ന്. സോ ഇറ്റ്സ് എ മിക്സർ ഓഫ് ടൈറോസിഡിൻ ആൻഡ് ഗ്രാമിസിഡിൻ ഇൻ എ റേഷ്യോ ഓഫ് 80:20. സോ അപ്പൊ ഇതിനകത്ത് ഗ്രാമിസിഡിൻ നമ്മൾ പറഞ്ഞു ലീനിയർ പോളിപെപ്റ്റൈഡ് ആണെന്ന് പറഞ്ഞു, ടൈറോസിഡിനോ സൈക്ലിക് പോളിപെപ്റ്റൈഡ് ആണ്. സോ രണ്ടും കൂടി ചേർന്ന ഒരു മരുന്നാണ്. ആൻഡ് ഗ്രാം പോസിറ്റീവിനെതിരാണെങ്കിൽ ടൈറോത്രിസിൻ ഈസ് ഗ്രാം പോസിറ്റീവിനെതിരെയാണെങ്കിൽ ഓൺലി സ്റ്റാറ്റിക് ആക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ഗ്രാം നെഗറ്റീവിനെതിരെയാണെങ്കിൽ ദാറ്റ് ഈസ് ബാക്ടീരിയസിഡൽ ആക്ഷൻ ഉള്ള മരുന്നാണ്. ആൻഡ് ദിസ് ഓൾസോ ടോപ്പിക്കൽ. എല്ലാ മരുന്നുകളും ടോപ്പിക്കലാണ്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സിനെ കുറിച്ചിട്ടാണ്. ആൻഡ് 2 വീഡിയോസ് ആണ് നമ്മൾ ചെയ്തത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കോളിസിനെ കുറിച്ച് പറഞ്ഞു, ഡാപ്റ്റോമൈസിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് രണ്ടാമത്തേനകത്ത് ഗ്രാമിസിഡിനെ പറഞ്ഞു, ഗ്രാമിസിഡിൻ എസ് പറഞ്ഞു, ടൈറോസിഡിൻ പറഞ്ഞു, ടൈറോത്രിസിൻ പറഞ്ഞു. സോ ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് വിഭാഗം ആന്റിബയോട്ടിക്സ് നമുക്ക് അറിയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.